ഹായ്, എല്ലാവർക്കും സുഖമാണോ? നമുക്കിന്ന് കടലക്കറി എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നില്ലേ? അപ്പം ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയാൽ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നുണ്ടാവും. നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ആക്കിയാലോ? അപ്പം എല്ലാവരും കഴിക്കും. പിള്ളേരൊന്നും കഴിക്കുന്നില്ലല്ലോ കടലക്കറി. എൻ്റെ മോളൊന്നും കടലക്കറി അങ്ങനെ കഴിക്കില്ല. അപ്പം നമുക്ക് കുറച്ച് മാറ്റി പിടിച്ചാലോ? അതിന് വേണ്ട സാധനം എന്തെന്ന് നോക്കാം. എന്താ, തക്കാളി, വെളുത്തുള്ളി, കുറച്ച് തേങ്ങ, കുറച്ചൊന്നൊരു രണ്ട് സ്പൂൺ, അതാ 2 പിടി അത്രയും ഉണ്ടാവും. പിന്നെ ഒരു ഉള്ളിയുടെ പകുതി, ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചിട്ടെടുക്കണം. മിക്സിയുടെ ജാറിൽ നമുക്ക് ആദ്യം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടാം, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, ഈരുള്ളി, ചെറുള്ളിയാണ് നല്ലത്, ചെറിയ ഉള്ളി. പക്ഷെ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താ, തേങ്ങ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് ഇതാ, ഇതിപ്പോൾ മിക്സിയിൽ ഞാനിത് അരച്ചെടുത്തു. വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണ് കേട്ടോ, വെള്ളം ചേർക്കണ്ട. ഇതെങ്ങനെയാണെന്ന് ഉണ്ടാവില്ല. ഇനി നമുക്ക് വേണ്ടത്, ഇനി പൊടികളെല്ലാം വേണം. ഇന്നത്തെ കറിക്ക് പൊടിയാണ് വേണ്ടത്. കടലക്കറിക്ക് എന്തെല്ലാം പൊടിയാണെന്നതാ: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം പട്ട, ഗ്രാമ്പ്, ഏലക്ക, പിന്നെ ചിക്കൻ മസാലപ്പൊടി, പിന്നെ ജീരകപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, മുളക് പൊടി. ഇതെല്ലാം, മല്ലിപ്പൊടി 2 സ്പൂണ്, ഇതെല്ലാം ഓരോരോ സ്പൂണ്, അത്രയേ ഉള്ളൂ. പൊടികളെല്ലാം കുറച്ച് ഓരോരോ ടീസ്പൂണ് മാത്രമേ വേണ്ടൂ. പിന്നെ എന്താ, ഒരു ഉള്ളി, 2 പച്ചമുളകും, കരിവേപ്പിലയും. ഇനി നമുക്കിത് കുക്കറിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് അടുപ്പത്ത് വെക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് ഇനി എണ്ണ ഒഴിക്കാം. കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല, നോക്കാമല്ലോ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് ഇതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ ഇതിൻ്റെ ഇത് ഇട്ട് കൊടുക്കും. അതൊന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഗോൾഡൻ ബ്രൗൺ കളറാവണ്ട, ഒന്ന് മൂത്താൽ മതി. ഒന്ന് വഴണ്ട് വന്നാൽ മതി, ഇങ്ങനെ വഴറ്റിയിട്ട് ഒന്ന് വന്നാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്, ഇത്ര മതി. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാ പൊടികൾ ചേർക്കാം. തിരി ഒന്ന് ചെറിയ സിമ്മാക്കിയിട്ട് പൊടികൾ ചേർക്കാം. കടലക്കറി എല്ലാവർക്കും ഇഷ്ടമാണോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കടലക്കറി ദോശക്ക്, ഞാനിന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണെന്ന്. ഇനി നമുക്കിതിലേക്ക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടി ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്താ, പൊടി നന്നായി മൂത്ത മണം വന്നു, നല്ല മണം വന്നു. അതില്ലേ, പൊടികളെല്ലാം കാഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടേ ഇതാ മിക്സിയിൽ തക്കാളി,
ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് തേങ്ങ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ പച്ചമണം പോട്ട് ഒരു പച്ചമണമൊക്കെ തക്കാളിൻ്റെ എല്ലാം വേണം. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ശേഷം എണ്ണ ഒഴിച്ചു, ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ ഇതാ ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് കൊടുക്കുക. ഇതാ ഇതിലേക്ക് കുറച്ച് കരിയാമ്പല ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കാണുന്നുണ്ടോ, ഇനിയാണ് കടല ചേർക്കേണ്ടത്. കടല ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കാം. കടല വേവേണ്ട വെള്ളം ഒഴിക്കണം. എന്താ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പിട്ടിട്ടാ കേട്ടോ, ഉപ്പ് നമുക്ക് ഇടാനുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെക്കാം. ഒരു 5 വിസിൽ വരട്ടെ. കടലയല്ലേ, 5 വിസിലിൽ നമുക്ക് ഓഫാക്കാം. ഓക്കെ, ഇനി വേവട്ടെ. ഇതിപ്പോൾ 5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ആവിയെല്ലാം പോയിട്ടുണ്ടാവും. ആവി പോയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായിന്ന് അറിയണ്ടേ. കടലയെല്ലാം വെന്തുവോ നോക്കാം. നല്ല അടിപൊളിയായിട്ട് എല്ലാം വെന്തിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് കടല. ഇങ്ങനെ കടലക്കറി ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്ന് പറയും വേണം. പിന്നെ നല്ല ഇത്ര അപ്പത്തിനല്ല ഇത്രയല്ലേ, പുട്ടിന്, ദോശക്ക് അതിന് പറ്റിയ കടലക്കറി നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് വറവ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് കായ്ച്ചിട്ട് വറവിട്ട് കൊടുക്കാം. വറവിന് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി കായുമ്പോൾ കരിവേപ്പില ഇടാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഉള്ളി കായും കരിയാണ് ഇട്ട് കൊടുക്കും. കടലക്കറി ഇഷ്ടപ്പെടാത്തവർക്ക് ഈ കടലക്കറി ഇഷ്ടപ്പെടും. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിക്കോ. ഗ്യാസ് ഓഫാക്കാം. ഇതിലേക്ക് തട്ടിക്കും. സൂപ്പർ നല്ല കടലക്കറി റെഡി. പുട്ടിനും ദോശക്കും എല്ലാം കഴിക്കാൻ പറ്റിയ കറി. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നോക്കാം. അടിപൊളി കടലക്കറി റെഡിയായി. ഓക്കെ, സൂപ്പർ ടേസ്റ്റാണ്. ടേസ്റ്റ് ഞാൻ നോക്കി നല്ലുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.